ഭഗവാൻ ശ്രീരാമനെ കാത്തിരുന്ന സീതാദേവി നമുക്ക് മുൻപിൽ ഭർതൃസ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിക്ക് അശോകവനിയിൽ തണലൊരുക്കിയ ചില മരങ്ങളുണ്ട്. കേട്ടുകേൾവി മാത്രമുള്ള ആ മരങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ? രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവി അശോകവനിയിലാണ് ശ്രീരാമനെ കാത്തിരുന്നത്. അപ്പോൾ അതുമായിട്ട് അശോകവനിയിലൊരു പ്രധാന മരം ആയിരുന്നു നമ്മുടെ അശോകം. അശോകം എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മളുടെ ഇടയിൽ ഒത്തിരി പേരുടെ ഇടയിലൊരു സംശയം, അതായത് സീതാദേവി ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നടാൻ പാടില്ല, നട്ടു കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴും ദുഃഖമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ പേരിൽ തന്നെ പറയാം, അശോകം, ശോകമില്ലാതാക്കുന്നത്. ശരിക്കും സീതാദേവിയായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടുള്ള മരമാണിത്. അശോകവനിയിൽ ശിംശിബാവൃക്ഷത്തിൻ്റെ അടിയിലാണ് സീതാദേവി ഇരിക്കുന്നത്. ഈ അശോകം എന്ന് പറഞ്ഞാൽ സ്ത്രീ സംബന്ധമായ ഒട്ടുമിക്ക അസുഖങ്ങൾക്ക് എടുക്കുന്നതാണ്. അശോകാരിഷ്ടം, അശോകഹൃദം. ഇപ്പം പ്രസവം കഴിഞ്ഞാൽ അശോകാരിഷ്ടം കൊടുക്കും. പിന്നെ അശോകഹൃദം, അത് കുട്ടികളില്ലാത്തവർക്ക്. പിന്നെ ഒത്തിരി കൂട്ടുമരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പട്ടയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ ഫ്ലവർ വരെ ഞങ്ങൾ കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, മനുഷ്യരാശിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഈ മരത്തിന് ഇന്നും ഒരു ഭയത്തോടു കൂടിയാണ് ഒരു വിഭാഗം ജനങ്ങൾ കാണുന്നത്. അകറ്റി നിർത്തും. ശരിക്കും ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട്. മിക്കവാറും ഒത്തിരി കോൾസ് വരാറുണ്ട്. ചിലർ വെട്ടിക്കളഞ്ഞതിന് ശേഷം ചിലർ വെട്ടട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ ക്ലാസ്സുകൾ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് 10-12 മരങ്ങളുണ്ട്. അത് കാണിച്ചു കൊടുക്കുകയാണ്, മനസ്സിലായി, തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി. ഞങ്ങൾക്ക് ഇന്നുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ആ മരം എന്ത് പിഴച്ചതല്ലേ, മനുഷ്യരുടെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ സീതാദേവി എന്ന മരം അശോകവനിയിൽ ശിംശിബ എന്ന് പറഞ്ഞാൽ പുഷ്പറാണിയാണ്. വളരെ കാണാനായിട്ട് വളരെ ഭംഗിയുള്ള പൂവാണ്. അത് ഡയബറ്റിക്കിന്, അതും ഈ പറഞ്ഞ പോലെ ഒത്തിരി മരുന്നുകൾക്ക്. പിന്നെ ഓക്സിജൻ കൂടുതൽ പുറത്തോട്ട്, ഫൈക്കസ് അല്ലെങ്കിലും അതുപോലെ തന്നെ ഓക്സിജൻ കൂടുതൽ പുറത്തേക്ക് തള്ളുന്ന മരമാണ്. അങ്ങനെ ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മളുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ഞങ്ങൾ കഴിയും വിധം അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സീതാദേവിയുടെ ശോകമില്ലാതാക്കിയ ഒരു മരമാണ്. അപ്പോൾ അത് നമ്മൾ പ്രാധാന്യത്തോടുകൂടി കാണണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. കൂടാതെ ആ ഒരു ജീവൻ, ഒരു മനുഷ്യ കഥാപാത്രമായിട്ടാണ് സീതാദേവി കാണും. അപ്പോൾ അത് ശിംശിബാവൃക്ഷം എന്ന് പറഞ്ഞാൽ സീതാദേവി അവിടെ സുഖവാസത്തിന് പോയതൊന്നുമല്ല, ദുഃഖിതയാണ്. തൻ്റെ നാട്ടിൽ നിന്ന് അപഹരിച്ച് വേറെ അന്യനാട്ടിലേക്ക് കൊണ്ട് താമസിക്കും. ഭർത്താവില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. അപ്പോൾ ആ പട്ടിണി, മനസ്സിലായ. അപ്പോൾ ആ ജീവൻ നിലനിർത്തേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. അത് പ്രകൃതി തന്നെ വരയ്ക്കുന്ന ഞാൻ പറയുള്ളൂ. കാരണം അതിൻ്റെ അടിയിലിരുന്ന ആദ്യം ക്ഷീണം അറിയില്ല, ഓക്സിജൻ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ ഗുണങ്ങളാണുള്ളത്, ദോഷവശങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു വൃക്ഷം, ശിംശിബ വൃക്ഷം, നമ്മൾ അധികം അങ്ങനെ കേൾവിയില്ലാത്തൊരു മരത്തിൻ്റെ പേരാണ്. ഭൂരിഭാഗം ആളുകളും കേട്ടിട്ട് ഒരുപക്ഷെ വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഈ മരത്തിന് ചുവട്ടിലാണ് സീതാദേവി, രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവി രാമനെ കാത്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ശിംശിബ വൃക്ഷം. ഇതിൻ്റെ ചുവട്ടിലാണ് സീതാദേവി ശ്രീരാമനെ കാത്തിരുന്നത്. പ്രമേഹം അതുപോലെയുള്ള ഒത്തിരി അസുഖങ്ങൾക്ക് ഔഷധ സസ്യമാണ് ഇത്. ആദ്യമായിട്ട് ഇതിൻ്റെ പേര് പോലും ഒരു പക്ഷേ ആർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. എല്ലാവരും അശോകവനം അല്ലെങ്കിൽ അശോകവനിയിൽ സീത ഇരുന്നു എന്നുള്ളതാണ്. അത് ഏത് വൃക്ഷച്ചുവട്ടിലിരുന്നു എന്നുള്ളത് ആർക്കും അറിയുന്നുണ്ടാവില്ല. തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ബ്രൗണിയാന്ന് പറയുന്നത്, ശിംശിബയും ബ്രൗണിയായിട്ട് മാറിപ്പോകാറുണ്ട് പലർക്കും. ഒറിജിനല് ശിംശിബയും ബ്രൗണി ഏകദേശം സാമ്യമുള്ളതാണ്. അശോകം, ബ്രൗണിയ, ശിംശിബ, ഇത് ഒറിജിനൽ തന്നെയാണ്. ഇത് രണ്ടും പലർക്കും മാറിപ്പോകാറുണ്ട്. ഈ ശിംശിബ ഔഷധ സസ്യമാണ്. മരമാണോ ഇത്? വലിയ ഇടത്തരം മരമാണ്. വേറെ എന്തിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും? മരുന്നിന് പ്രമേഹം പോലെയുള്ള മരുന്നുകൾ. ഇലയാണോ അതോ
അതിൻ്റെ ഇലയും എല്ലാം എടുക്കും. പിന്നെ ഇതിന് ഓക്സിജൻ ഞാൻ പറഞ്ഞില്ലേ, ഓക്സിജൻ കൂടുതൽ പുറത്തോട്ട് തള്ളുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ലേ ഇതിൻ്റെ ചോട്ട് തന്നാൽ അതിൻ്റെ ഉള്ളൊരു സുഖം വേറെയാണ്. നമുക്ക് ശ്വസനത്തിന് സുഖമാണ്, എനർജി കിട്ടും. ഇതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഇത് ഏകദേശം ഒരു 30-35 വർഷമായി. ഇപ്പോൾ 35 വർഷമായാലും ഇങ്ങനെ ഒരു ഇതാണല്ലേ, അതായത് ഇതിനപ്പുറം അങ്ങ് വളർന്ന് ഇടത്തരം മരമാണ്. പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. പൂക്കൾ നല്ല ഭംഗി, പുഷ്പറാണി എന്നാണ് പറയുന്നത്. പുഷ്പറാണി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂവാണ്. ശിംഷിബ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു പുണ്യവൃക്ഷം തന്നെയാണ്, ഹിന്ദുസിൻ്റെ ഇടയിൽ. കാരണം വളരെ അപൂർവമാണ്. ഞാൻ തന്നെ ശ്രീലങ്കയിൽ നിന്ന് അന്ന് കളക്ട് ചെയ്താണിത്. ഏകദേശം അശോകമരത്തിന്റെ ഒരു ഇലയുടെ ഷേപ്പ് ഒക്കെ അതുപോലെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്വഭാവം, അതൊക്കെ ഇലയാണെങ്കിലും നീളൻ ഇലകൾ. അതെ. അതിനെപ്പറ്റി പറയുന്നത് ഹനുമാനിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ ഹനുമാന്റെ കുരങ്ങ് അത് അവരുടെ ഒരു കളറാണുള്ളത്, തിരിച്ചറിഞ്ഞില്ല അത്ര. ഒരുപാട് ഇത് പറയുന്നുണ്ട് ഒരേ ഭാഗങ്ങളെടുത്തിട്ട്. അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിനെ? അത് തന്നെ, ഹനുമാൻ ഇതിൻ്റെ സീതാദേവിയെ കാണാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിലിരുന്നപ്പോൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആ ലീഫ് കണ്ടില്ലേ, ഏകദേശം ആ ഒരു കളറ്. അതായത് ഇതൊക്കെ ഇപ്പൊ വന്നിട്ടുള്ള ഇലകളായിരിക്കും അല്ലേ? അതെ, ഫസ്റ്റ് ആ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന 4-5 കളർ വരും അതിന്. എന്നിട്ടാണ് പച്ചയിലേക്ക് മാറുന്നത്. കളറ് പതിയെ കുറഞ്ഞല്ലേ? ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആയതാണ്. ഇത് ഇച്ചിരി കൂടെ ഫസ്റ്റ് ഇങ്ങനെ നേരെ തളിരാകുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഒരു തങ്കം സ്വർണത്തിന്റെ കളർ വരും.